بسم الله الرحمن الرحيم الله نحمده دوما ونشكره على هدايته للدين إيانا يا رب صل على خير الورى وعلى آل وصحب ومن والاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. കൈഫൽ ഹാൽ? എന്താ ആരും മറുപടി പറയാത്തത്? പുതിയ ഉസ്താദായതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് താരീഖ് കഥയിലൂടെയും പാട്ടിലൂടെയും ലളിതമായി പഠിക്കാം. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, എല്ലാവർക്കും സന്തോഷമല്ലേ? മാഷാ അല്ലാഹ്, അഹ്സൻതും. താരീഖിലെ 3ാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 1ാമത്തെ റസൂൽ എന്ന അധ്യായത്തിലെ ആദ്യ ഭാഗം നിങ്ങളുടെ ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു തന്നു. നമ്മുടെ പാഠഭാഗം 3 തവണ വായിച്ചവർ ഒന്ന് കൈപ്പൊക്കിക്കേ. കുറച്ച് പേർ കൈപ്പൊക്കാൻ ബാക്കിയുണ്ട്. താരീഖ് കൂടുതൽ തവണ വായിച്ച് പഠിക്കണം, എന്നാലേ അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. കഴിഞ്ഞ പാഠഭാഗത്തിൽ നിന്നും ഉസ്താദ് 2-3 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. നിങ്ങൾ ഉത്തരം പറയാൻ റെഡിയല്ലേ? ഓക്കെ. 1ാമത്തെ നബിയും 1ാമത്തെ റസൂലും ആരായിരുന്നു? 1ാമത്തെ നബിയും 1ാമത്തെ റസൂലും ആരായിരുന്നു? മാഷാ അല്ലാഹ്, എല്ലാവരും ഉത്തരം പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ പറഞ്ഞോളൂ. ഹവ്വാ ബീവി. ഹവ്വാ ബീവിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചു. നമ്മുടെ ഉമ്മ എന്ന അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ഹവ്വാ ബീവിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? അൻഷമോളൊന്ന് പറയൂ. 20 അല്ല, 20 പ്രസവത്തിലൂടെ 40 കുട്ടികളുണ്ടായിരുന്നു. എത്ര ആൺകുട്ടികളായിരുന്നു തമീമേ? വെരി ഗുഡ്. 20 ആൺകുട്ടികളും 20 പെൺകുട്ടികളും. 20 പ്രസവത്തിലൂടെ 40 മക്കളാണ് ഹവ്വാ ബീവിക്കുണ്ടായത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്ത് നിയമമനുസരിച്ച് ആരെ വിവാഹം കഴിക്കണമെന്നായിരുന്നു? തൻ്റെ, എല്ലാവരും പറഞ്ഞോളൂ, തൻ്റെ സഹജാതയെ. സഹജാത എന്ന് പറഞ്ഞാൽ സഹോദരി. ഓക്കെ. ഈ നിയമമനുസരിച്ച് അല്ലാഹു തആല ഖാബീലിൻ്റെ സഹജാതയെ ഹാബീലിനും ഹാബീലിൻ്റെ സഹജാതയെ ഖാബീലിനും വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷേ ഖാബീലിൻ്റെ സഹജാത അതീവ സുന്ദരിയായിരുന്നു. സുന്ദരിയായ തൻ്റെ സഹോദരിയെ ഹാബീൽ വിവാഹം കഴിക്കുന്നത് ഖാബീൽ ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിൽ പരസ്പരം വലിയ തർക്കത്തിലായി. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി ഖുർബാൻ സമർപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ചില കുട്ടികൾ സംശയം കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു, ഖുർബാൻ എന്താണെന്ന്. ഉസ്താദ് വിശദീകരിച്ച് തന്നിരുന്നു. കാണിക്ക വെക്കുക. ചെറിയൊരു വിശദീകരണം ഞാൻ തരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ തർക്കം വന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലപ്പെട്ട വസ്തുക്കളെ സമർപ്പിക്കും. ഇവിടെ ഖാബീൽ ഒരു കർഷകനും ഹാബീൽ ഒരു ആടിനെ മേക്കുന്ന ആളുമായിരുന്നു. അങ്ങനെ ഖാബീൽ തൻ്റെ കൃഷിയിൽ നിന്നും ലഭിച്ച വിളകളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ഖാബീൽ തൻ്റെ ആടിൽ നിന്നും ചിലതിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അങ്ങനെ ആകാശത്ത് നിന്നും ഒരു തീ വന്ന് ആരുടേതാണോ ശരിയെങ്കിൽ അതിനെ കരിച്ചു കളയും. ഇവിടെ ഹാബീലിൻ്റെ ആടുകളെ അള്ളാഹു ആകാശത്തിൽ നിന്നും ഒരു തീ ഇറക്കി അതിനെ കരിച്ചു കളഞ്ഞു. ഹാബീലിൻ്റെ ഖുർബാന അള്ളാഹു സ്വീകരിച്ചു. ഇങ്ങനെ ഖാബീൽ ഹാബീലിൻ്റെ സഹജാതയെയും ഹാബീൽ ഖാബീലിൻ്റെ സഹജാതയെയും വിവാഹം കഴിച്ചു.
ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ബാക്കി ഭാഗമാണ്. ആരും കിതാബ് തുറക്കണ്ട, ഉസ്താദ് പറഞ്ഞു തരാം. ഖാബീലിൻ്റെ കുർബാന സ്വീകരിക്കാതെ വന്നപ്പോൾ ഖാബീലിന് ഹാബീലിനോട് അസൂയ വന്നു. ഈ അസൂയയും പകയും വർദ്ധിച്ചപ്പോൾ ഖാബീൽ തൻ്റെ സഹോദരനെ വധിച്ചു കളയാൻ വേണ്ടി തീരുമാനിക്കുകയും ഖാബീൽ തൻ്റെ സഹോദരനെ വധിച്ചു കളയുകയും ചെയ്തു. പക്ഷേ ഖാബീലിന് ഹാബീലിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? പറയൂ. നമ്മൾ മയ്യത്തിനെ കുളിപ്പിക്കും, കഫൻ ചെയ്യും, പള്ളിയിലേക്ക് കൊണ്ടുപോകും, മയ്യത്ത് നിസ്കരിക്കും, അതിനെ മറവ് ചെയ്യും. ഇങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? എന്നാൽ ലോകത്തെ ആദ്യത്തെ കൊലപാതകമായതുകൊണ്ട് തന്നെ എന്താണ് ഈ മൃതശരീരം ചെയ്യേണ്ടതെന്ന് ഖാബീലിന് അറിയാതെ വരികയും ആകെ പരിഭ്രമിച്ചുകൊണ്ട് തൻ്റെ സഹോദരനെ തോളിലേറ്റി ഖാബീൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഖാബീൽ ഒരു കാഴ്ച കാണുന്നത്. 2 കാക്കകൾ തമ്മിൽ കൊത്തുകൂടുന്നു. ഒരു കാക്ക മറ്റേ കാക്കയെ കൊത്തി അതിനെ കൊന്നുകളഞ്ഞു. അങ്ങനെ കാക്ക ചത്ത കാക്കയെ അതിൻ്റെ കൊക്കുകൊണ്ട് മണ്ണ് മാന്തി അതിൽ മറവ് ചെയ്യുന്നത് ഖാബീൽ കാണുകയും ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തൻ്റെ സഹോദരനെ ഇതുപോലെ മറവ് ചെയ്യാമെന്ന് അങ്ങനെ ഖാബീൽ ഹാബീലിനെ മറവ് ചെയ്യുകയാണുണ്ടായത്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനുഷ്യ ജന്മം എന്നാണോ ഉണ്ടായത് അന്നു മുതൽ തന്നെ അസൂയയും പകയും മനുഷ്യരുടെ കൂടെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീ വിറകിനെ തിന്നതുപോലെ നമ്മുടെ നന്മകളെ അസൂയ തിന്നുകളയും. നിങ്ങൾ അടുപ്പിൽ വിറക് വെക്കുന്നത് കണ്ടിട്ടില്ലേ? അവിടെ കുറേ കഴിയുമ്പോൾ ആ വിറക് ഇല്ലാതായി പോകും. അതുപോലെ നമ്മുടെ നന്മകളെയെല്ലാം അസൂയ കരിച്ചു കളയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടും അസൂയ വെക്കാൻ പാടില്ല. ഈ ഒരു കൊലപാതകം ലോകത്തെ തന്നെ ആദ്യത്തെ ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ആര് തമ്മിൽ കൊലപാതകം നടത്തിയാലും അതിൻ്റെ ഒരു വിഹിതം ഖാബീലിനുണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തത്? നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും ഉച്ചത്തിൽ സ്വലാത്ത് ചെല്ലണം. എല്ലാവരും ഈ കഥ ശ്രദ്ധിച്ച് കേട്ടില്ലേ? ഇനി എല്ലാവരും കിതാബ് തുറക്കൂ. എല്ലാവരും കിതാബ് എടുത്തോ? ഓക്കെ, ഉസ്താദ് വായിക്കും, മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന തീ ഹാബീലിൻ്റെ ഖുർബാൻ സ്വീകരിച്ചു, ഖാബീലിൻ്റേത് സ്വീകരിക്കപ്പെട്ടില്ല. ഇതുവരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്? ഇനി ബാക്കി നോക്കൂ. തൻ്റെ ഖുർബാൻ സ്വീകരിക്കപ്പെടാതെ വന്നപ്പോൾ ഖാബീലിനു അസൂയയും പകയും വർദ്ധിച്ചു. സഹോദരനായ ഹാബീലിനെ വധിച്ചു കളഞ്ഞു. വധിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക. പിന്നീട് തൻ്റെ സഹോദരൻ്റെ മൃതശരീരം എന്ന് പറഞ്ഞാൽ മയ്യത്ത്, എന്തു ചെയ്യണമെന്നറിയാതെ ഖാബീൽ പരിഭ്രാന്തനായി. അത് ചുമലിലേറ്റി നടക്കുമ്പോൾ 2 കാക്കകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതായി കണ്ടു. ഒരു കാക്ക മറ്റേ കാക്കയെ വധിച്ചു. പിന്നീട് കൊക്കുകൊണ്ട് കുഴിയുണ്ടാക്കി അതു ചത്ത കാക്കയെ ആ കുഴിയിൽ മറവു ചെയ്തു. എല്ലാവരും കിതാബിലേക്ക് നോക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഖാബീലും തൻ്റെ സഹോദരൻ്റെ മൃതശരീരം അപ്രകാരം മറവു ചെയ്തു. മനുഷ്യവർഗത്തിലെ 1ാമത്തെ കൊലയായിരുന്നു ഇത്. അന്യായമായി ലോകാവസാനം വരെ ഒരു കൊലപാതകം നടത്തിയാലും, ഞാൻ തെറ്റു വായിച്ചപ്പോൾ നിങ്ങളാരും പറഞ്ഞു തന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, കിതാബിലേക്ക് നോക്കണം. അന്യായമായി ലോകാവസാനം വരെ ആരു കൊലപാതകം നടത്തിയാലും അതിൻ്റെ ഒരു വിഹിതം ഖാബീലിനുണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തെറ്റിനു മാതൃക സൃഷ്ടിച്ചാൽ അതിനെ അനുകരിക്കുന്നവരുടെ എല്ലാം കുറ്റത്തിൻ്റെ വിഹിതം അവനുണ്ടാകും.
നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ കണ്ട് അത് ആവർത്തിച്ചാൽ ആ തെറ്റിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്കുമുണ്ടാവും. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഈ പാഠത്തിൽ നിന്ന് നമുക്കൊരു ഗുണപാഠമുണ്ട്. അസൂയ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു ദുർഗുണമാണ്. അത് മനുഷ്യനെ നശിപ്പിക്കും, കേടുവരുത്തും. ഇൻഷാ അല്ലാ ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നെടുത്ത പാഠഭാഗം നിങ്ങൾ നന്നായി വായിക്കണം. ഉസ്താദ് പറഞ്ഞതുപോലെ ചുരുങ്ങിയത് ഒരു 3 തവണ വായിക്കണം. വായിക്കുന്നതോട് കൂടെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. അത് നിങ്ങൾ ഹൃദ്യസ്ഥമാക്കണം. താരീഖ് കൂടുതൽ വായിച്ചാൽ മാത്രമേ നമുക്ക് മനഃപ്പാഠമാക്കാൻ കഴിയുകയുള്ളൂ. ആരോടും അസൂയയും പകയുമില്ലാതെ തെറ്റും തിന്മകളും ചെയ്യാതെ നല്ല നിലയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.